ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിരിക്കുന്ന ഈ ഒരു ചിത്രം വലിയ അവകാശവാദങ്ങളൊന്നും പറയാനില്ല. നമുക്ക് തിയേറ്ററിൽ കണ്ടു തീർക്കാവുന്ന ഒരു നല്ലൊരു ചിത്രം. മൂവി ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. നല്ല എക്സ്പീരിയൻസ് നന്നായിരുന്നു. നല്ല പടമായിരുന്നു. കണ്ടിരിക്കാം. 2 മണിക്കൂർ നമ്മൾക്കൊരു ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പടം. നല്ല പടം കണ്ടിരിക്കാൻ പറ്റിയ പടം. പടത്തിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്കാണ് കഥ പോയത്. വളരെ നന്നായിരുന്നു. വളരെ ഉഷാറായിരുന്നു. അടിപൊളി പടമായിരുന്നു. ആവണീൻ്റെ ചെറുത് തൊട്ട് വലിയ പ്രായം വരെ വളരെ അതിഗംഭീരമായിരുന്നു. പടം കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ത്രില്ലർ അല്ലെങ്കിൽ എന്നാലും നല്ല ഒരുവിധമുള്ള പടമാണ്. കുഴപ്പമില്ല. എന്തൊക്കെയാ മൂവി നന്നായിട്ടുണ്ടെന്നുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ ഡയറക്ടർ തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പൊതുവെ നല്ല അഭിപ്രായമാണ്. ഈ സിനിമയുടെ ഡയറക്ടറാണ് പ്രിയപ്പെട്ട. അതുപോലെ തന്നെ നമ്മൾ കാസർഗോട്ടുകാരാണ്. ഞങ്ങൾ ഈ സിനിമയിൽ ചെറിയൊരു കാസർഗോഡ് ശൈലിയിൽ ഒരു അനൗൺസ്മെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇവനും അജ്മൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഞങ്ങൾ ഒരു 5ഓളം വരുന്ന ചെറുപ്പക്കാരുടെ ഒരു കഥയുണ്ട് ഈ സിനിമയിൽ. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണേണ്ടതായിട്ടുണ്ട്. പ്രത്യേകത കൂടിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൊറർ ക്രൈം ത്രില്ലർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ സപ്തഭാഷ സംഗമഭൂമിയായ കാസർഗോഡ് മുതൽ പിന്നെ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക്, പുതുമുഖങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും ഒരുപാട് ഒരായിരം നന്ദി അറിയിക്കുന്നു. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ ഒരു അനൗൺസ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആ ഒരു അവസരം പോലും എനിക്ക് പ്രിയപ്പെട്ട ഡയറക്ടറൊക്കെ തന്നിട്ടുണ്ട്. വലിയ സന്തോഷം. എന്തായാലും നിങ്ങളൊക്കെ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ സിനിമയുടെ പേര് ദ പ്രൊട്ടക്ടർ എന്നാണ്. തീർച്ചയായിട്ടും മലയാളികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഓക്കെ, ശരി. ഓക്കെ, എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അജ്മൽ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ അടുത്ത് ആരും വന്ന് അവസരം ചോദിച്ചിട്ടും ആരെയും മടക്കി അയച്ചിട്ടില്ല. എല്ലാവർക്കും അവസരം കൊടുക്കണം. അത് നല്ല കഴിവിന്റെ ഒരു ഉദാഹരണമാണ്. ഞങ്ങളിപ്പോൾ ഒരു 10 ദിവസക്കാലം അല്ലെങ്കിൽ ഒരു 15 ദിവസക്കാലം നല്ലൊരു മനസ്സിന്റെ ഒരു എന്താ പറയണ്ട, ഒരു നല്ല മനുഷ്യനാണ് ചുരുക്കി നമ്മുടെ ഡയറക്ടർ. അപ്പോൾ എല്ലാവരും കാണുക. ഒരു ചെറിയ ബജറ്റിൽ ചെയ്ത ഒരു അത്യാവശ്യം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധാരണപ്പെട്ട ആളുകൾക്ക് ഇതിൽ അവസരം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരുപാട് അവസരം ചോദിക്കുമ്പോൾ പുതിയ ആൾക്കാരോട് കൂടി പറഞ്ഞേക്കുമ്പോൾ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് എന്നൊരു സാറും കൂടി നമ്മളെ നടത്തിച്ചിട്ടില്ല. നമ്മുടെ മനസ്സ് കുറെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രത്യേകത ഈ സിനിമയുടെ.